ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റൊന്നും നോക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഡെസ്കിലേക്ക് വന്നത്. വേറെ ഒന്നും കണ്ടില്ല, ഞാൻ ചെറിയൊരു ട്രിപ്പ് പോയിരുന്നു. അവിടെ നിർത്താൻ താമസിച്ചു. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ പറയില്ലേ, മൈൻഡ് ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയൊരു ട്രിപ്പാണ്. സോ ആദ്യമേ തന്നെ ഇന്നൊരു മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമ്മുടെ നിഫ്റ്റി നമ്മുടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ബുള്ളിഷ് റഫറൻസിന്റെ മുകളിലെ ഫസ്റ്റ് ക്യാൻഡിൽ, പക്ഷെ അതിന് മുകളിലായിട്ട് ട്രേഡ് വന്ന് ട്രിഗർ ആയിട്ടില്ല. ഇനി താഴേക്ക് ഇറങ്ങി ബെയറിഷ് റഫറൻസ് പൊട്ടി സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ദിവസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്ന് വേണമെങ്കിൽ പറയാം. ആ ദിവസമാണ് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തന്ന് അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്ന് BOC കട്ട് ചെയ്ത് ബെയറിഷ് റഫറൻസ് കട്ട് ചെയ്ത് ഈ ക്യാൻഡിലായിരുന്നു. സോ ഇതിന് താഴെ വേറെ ട്രേഡിംഗ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് 255 ട്രേഡ് പിന്നെ ആരും എടുക്കാറില്ല. സോ ആ ട്രേഡ് ഇപ്പം നടന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അപ്സൈഡ് കിട്ടിയെന്ന് സംശയമാണ് എനിക്ക്. ഞാനത് പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ട്രിപ്പിൽ വേണമെങ്കിൽ അപ്പ് സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. മിഡ് ക്യാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്താണ് വേണമെങ്കിൽ ഓപ്പൺ ആയെന്ന് വേണം മിഡ് ക്യാപ്പ് പറയാം. അതായത് ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്ത് ഓപ്പൺ ആയി. പക്ഷേ ഈ ഒരു ക്യാൻഡലിന് മുകളിൽ സത്യം പറഞ്ഞ ട്രേഡ് ഒരു വൃത്തികെട്ട എന്താണ് പറയുക, ഒരു വൃത്തികെട്ട ഒരു ദിവസമായിരുന്നു ട്രേഡിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അങ്ങനെയുള്ള മെച്ചപ്പെട്ട പല ട്രേഡിങ് നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു വൃത്തികേട് ദിവസമായിരുന്നു മാർക്കറ്റ്. പക്ഷെ മാർക്കറ്റ് പ്രൊഫൈൽ സെറ്റപ്പ് പ്രകാരം ട്രേഡൊക്കെ ആക്ടിവേറ്റ് ആയിരുന്നു കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ. സോ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ഡൗൺ ഒക്കെയാണ് ഫ്യൂച്ചർ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേയുടെ സ്ട്രക്ചർ വേണമെങ്കിൽ ട്രെൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല. ചെറിയൊരു സ്പൈക്കോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 26,180 ഭാഗത്താണ് POC. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എന്നെ സംബന്ധിച്ച് ആദ്യം ഞാൻ POC ഏതിലേക്ക് മാറ്റാം, 26,180 ഭാഗത്തേക്ക് ഞാൻ POC കൊണ്ട് 26,180 ഭാഗത്തേക്ക് ഞാനൊന്ന് POC ഒന്ന് ചലിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ഒരു റഫറൻസ് ലെവലൊക്കെ താഴേക്ക് മാറ്റണം. താഴേക്ക് മാറ്റിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. സോ ഇനി നോക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നോക്കേണ്ടത് നമ്മളെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഇനി ബെയറിഷ് റഫറൻസ് ഈ ഒരു സിംഗിൾ പ്രിന്റ് അല്ലെങ്കിൽ 26,000 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന 26,184 ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്ന 26,140 താഴെ സെല്ലിംഗ് എടുക്കുന്നത്. സ്പൈക്കിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 26,140 താഴെ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. നാളെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് മാർക്കറ്റ് എങ്ങനെ വേണം മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 26,140 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ 26,000 ഡിയുടെ ലോ ഏരിയ 26,090 ഭാഗത്തേക്ക് 26,091 ഭാഗത്തേക്ക് വരും. നമ്മൾ എൻ്റർ ചെയ്യണത് ഏത് പ്രൊഫൈലാണ്, കഴിഞ്ഞ ട്രെൻഡിങ് വന്ന പ്രൊഫൈലിന്റെ ഭാഗത്ത്. അതിന് താഴെ 26,058 എത്രയാണ്, 26,058 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 26,000 എന്ന് പറഞ്ഞാൽ നമ്മളെ ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി 26,100-നും 26,300-നും ഇടയ്ക്കുള്ള ബസ്സിന്റെ ഇടയിൽ ഷട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ 26 ഈ ഒരു റേഞ്ച് വേണമെങ്കിൽ ഇങ്ങനെ പൊട്ടിങ് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ആഴ്ച RBI വരുന്നത് കൊണ്ട് മാർക്കറ്റിന്റെ ആ ഒരു സ്ട്രക്ചർ, RBI മീറ്റിംഗ് തുടങ്ങുന്നത് 3-ാം തീയതിയാണ്, മറ്റന്നാൾ. സോ അന്ന് മുതൽ മാർക്കറ്റിൽ ആ ഒരു അനക്കമില്ലായ്മ അല്ലെങ്കിൽ വോളറ്റിലിറ്റി വരെ എന്തെങ്കിലും സംഭവിക്കാം മാർക്കറ്റിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇന്നത്തെ ഒരു 26,140 ലെവലിൽ കൃത്യമായി മാർക്ക് ചെയ്യുക. അതിന് താഴെ മാർക്കറ്റ് 26,000 വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബുള്ളിഷ് റഫറൻസ് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത്, ദൈവം സഹായിച്ച് എടുക്കണമെങ്കിൽ 26,258 അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ഈ പീരീഡിൽ വന്ന സെല്ലിങ്ങിന്റെ ഹൈ 26,000 ഈ ഒരു സ്പ്ലിറ്റ് നോക്കാൻ മാറി 26,270 മുകളിൽ ഞാൻ ഒരു ബൈ എടുക്കുള്ളൂ കേട്ടോ. 26,270 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുള്ളൂ. ആ ബൈ ഫസ്റ്റ് നമുക്ക് 301 ഭാഗത്തേക്ക് പോകാം. അടുപ്പിച്ചാണ് ഫസ്റ്റ് ടാർഗറ്റ് 26,301 എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് എന്നത് ഹൈ എത്രയാണ്, 350 26,350 ആ ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ നേരത്തെ വന്ന 26,300 ടാർഗറ്റ് മാറി അതിപ്പോൾ തേർഡ് ടാർഗറ്റിലേക്ക് 26,300 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 270 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. അപ്പോൾ ബെയറിഷ് റഫറൻസ് മാർക്കറ്റ് വെക്കുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി ബാങ്ക് നിഫ്റ്റി ഇന്നൊരു
FA ഫെയിൽഡ് ഓപ്ഷൻ ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഫെയിൽഡ് ഓപ്ഷൻ എന്നൊരു ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. POC 59,707 ഭാഗത്തേക്ക് POC വന്നു. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് POC ഒന്ന് മാറ്റി വയ്ക്കാം. 59,707 ഭാഗത്തേക്ക് ഞാൻ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ബെയറിഷ് റഫറൻസ് സെയിം ആണ്. 59,567 താഴെ സെല്ലിംഗ് എടുക്കാം. 444, 268, 59,300 പകരം ഞാൻ ഒരു കാര്യം ചെയ്തു. അതിനെ 59,030 വരെ 59,100 ഭാഗത്തേക്ക് ഞാൻ ആ സപ്പോർട്ടിനെ ഒന്ന് പൊക്കി. തേർഡ് സപ്പോർട്ട് 50, 30, 100 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 59,567 താഴെ ബാങ്ക് എസ്റ്റിൽ സെല്ലിംഗ് എടുക്കാം. 59,444, 59,268, 59,100 ഭാഗത്തേക്ക് വരാം. ബുള്ളിഷ് റഫറൻസ് ഞാൻ ഇനി എന്നെ സംബന്ധിച്ചൊരു ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഹൈക്ക് മുകളിൽ എടുക്കുള്ളേ. അതായത് ഇന്നത്തെ ഹൈ എന്ന് പറഞ്ഞ ഏരിയ എത്രയാണ്? ഈ ഒരു ഹൈ 60,114, 60,115 മുകളിൽ മാത്രം ഇന്നത്തെ ഹൈ. ചെറിയ മാർജിനൽ FA ആണ്. സോ 60,115 മുകളിൽ ഞാൻ ഒരു ബൈ എടുക്കുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 60,235, 60,235. സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ്. സെക്കൻഡ് 60,375, 60,375. തേർഡ് ഇത് മാക്സിമം വേറെ ഇതിലോട്ട് പോകണം. ഒറ്റ വേണ്ട 59,100 ഞാൻ കൊടുത്തേക്കാം. തേർഡ് എന്ന് പറയുമ്പോൾ അതെവിടെ പോയി ആ സാധനം. അപ്പൊ തേർഡ് ടാർഗറ്റ് നമുക്ക് അന്ന് വരയ്ക്കാം 60,500, 60,500 എന്നുള്ള റൗണ്ട് നമ്പറും. സെക്കൻഡ് ടാർഗറ്റിനെ ഞാൻ ഒന്ന് പൊക്കി ഇവിടെ കൊണ്ടുവരാം. 60,375. എത്രയാണ്? 60,375 ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവരാം. ഇതിന്റെ സൈസ് അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. എത്രയാണ്? 60 R2 എന്ന് പറയുന്നത് 60,375, 6375 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ. അപ്പം 60,115 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ബൈ ഉള്ളൂ. റെഫറൻസ് ഒക്കെ സെയിം ആണ്. കൃത്യമായിട്ട് വാക്ക് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക, സൂക്ഷിച്ച് ചെയ്യുക. ഇനി മിഡ് ക്യാപ്പ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയണം. ഇന്ന് തൊമ്മ ഒട്ടും ചതിച്ചില്ല. സെല്ലിംഗ് സെയിം ആണ്. 14,000 താഴെ ബാങ്ക് മിഡ് ക്യാപ്പിൽ സെല്ലിംഗ് ഉള്ളൂ. 13,974, 13,930, 13,886. മിഡ് ക്യാപ്പിൽ ഇനി ബൈയിങ് എന്ന് പറഞ്ഞാൽ ഇനി എടുക്കേണ്ട ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. 14,125 മുകളിൽ മാത്രം നിങ്ങൾ ബൈ എടുത്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 160 ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 14,160. സെക്കൻഡ് ടാർഗറ്റ് 14,200 ഭാഗത്തേക്ക്. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 14,245, 14,245. ഇതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ റെഫറൻസ് ലെവലുകൾ. കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്യുക. അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി ഒരു അറിയിപ്പുണ്ട്. നമ്മുടെ മെന്ററിംഗ് ബാച്ചിന്റെ സീറ്റ്സിന്റെ ഒരു 20-30% ഇപ്പോൾ ആൾറെഡി ബുക്ക്ഡ് ആയിട്ടുണ്ട്. ഈ വരാൻ പോകുന്ന മെന്ററിംഗ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ അത് ബന്ധപ്പെടുക. അതിന്റെ ഫീസ് എന്ന് പറയുന്നത് 40,000 രൂപയാണ് ഫീസ് വരുന്നത്. ഈ ഫീസ് നിങ്ങളുടെ ഈ ഫീസ് 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു നല്ലൊരു ശതമാനം എമൗണ്ട് MCXന്റെ കോൾസ് മുഖേന അത് റിക്കവർ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ നിഫ്റ്റിയിൽ നിങ്ങൾ പഠിക്കാൻ വരുന്നത് നിങ്ങളെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വരാം. അതിന് വേണ്ടിയിട്ടാണ് MCXന്റെ കോൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്, ഞാൻ പ്രൊവൈഡ് ചെയ്യണത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അവർ എന്നോട് ഇരിക്കുന്ന ട്രേഡേഴ്സാണ്. അവരത് എനിക്ക് നമ്പർ തരും, ഞാൻ സംസാരിക്കും. അപ്പം നമുക്ക് മാർക്കറ്റിൽ കാണാം. ടേക്ക് കെയർ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക.